വളരെ വളരെ ജനകീയനായ കരിഷ്മാറ്റിക് ലീഡറാണ് മോദി. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ് നിൽക്കുന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പ് രംഗത്ത് അവർ പ്രവർത്തിക്കുന്ന രീതി മറ്റേത് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ വളരെ കൗശലപൂർവ്വം ചെയ്യാൻ കഴിയും. നോർത്ത് ഈസ്റ്റിൽ സീറ്റുകൾ കുറവാണ്, പക്ഷെ അവിടുത്തെ 25 സീറ്റുകളിൽ 90% BJP കൊണ്ടുപോവുകയാണ്. ആലോചിക്കണം, ആസാം തൊട്ട് അങ്ങ് മേഘാലയ, അരുണാചൽ പ്രദേശ് വരെ 25 സീറ്റുണ്ടെങ്കിൽ അതിലും 90% BJP കൊണ്ടുപോവുകയാണ്. ഇനി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും, മഹാരാഷ്ട്ര നോക്കിക്കഴിഞ്ഞാലും, വെസ്റ്റ് ബംഗാൾ നോക്കിക്കഴിഞ്ഞാലും, അവിടെയെല്ലാം ഉത്തരേന്ത്യയിൽ സംശയിക്കേണ്ട, പഞ്ചാബ് ഒഴികെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു സ്വീപ്പാണ് പ്രതീക്ഷിക്കുന്നത്. പഞ്ചാബ് ഒഴികെ ഡൽഹിയിൽ പോലും 7 സീറ്റിൽ ഒരു 5 സീറ്റ് BJPക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ആം ആദ്മി പാർട്ടിയുടെ ഇമേജൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ അവർ ഓരോ രീതിയിലും എവിടെയൊക്കെ ഒടിച്ചു കളയാൻ പറ്റുമോ അതൊക്കെ ആ രീതിയിൽ പ്രവർത്തിച്ച് ഇപ്പം വിഷമിച്ചു നിന്ന മഹാരാഷ്ട്രയിൽ തന്നെ ശിവസേനയും NCPയെ രണ്ടാക്കി. പശ്ചിമ ബംഗാളിൽ സന്ദേശ് ഖാലി വരുന്നതിന് മുമ്പ് തന്നെ മമതയ്ക്കെതിരെ ശക്തമായൊരു വികാരം ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ പശ്ചിമ ബംഗാളിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ പശ്ചിമ ബംഗാളിൽ ഏതാണ്ട് 20 സീറ്റ്, കഴിഞ്ഞാണത്തേക്കാൾ 2 സീറ്റ് കൂടുതലെങ്കിലും BJPക്ക് കിട്ടും. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞാണത്തെ അത്രയും കിട്ടിയില്ലെങ്കിലും വലിയ തിരിച്ചടി ഉണ്ടാവുകയില്ല. ബാക്കി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, പിന്നെ ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, അതേപോലെ പശ്ചിമത്തിൽ ഗുജറാത്ത്, ഇവിടെയെല്ലാം ക്ലീൻ സ്വീപ്പാണ് വരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കിട്ടാതെ വരുന്നത് ഗോവയ്ക്ക് താഴെയുള്ള ആന്ധ്ര, തെലുങ്കാന, തമിഴ്നാട്, കേരള, ഈ നാലെണ്ണമാണ്. കർണാടക അല്ല. സൗത്ത് ഇന്ത്യയിൽ കർണാടകയിൽ വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ BJP സീറ്റുകൾ കൊണ്ടുപോകും. യാതൊരു തർക്കവുമില്ല അതിനുള്ള ഡെവലപ്പ്. കാരണം മറ്റേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെയുള്ള ഒരു ഹിന്ദു വികാരം ശക്തമായുള്ള ഒരു മേഖലയാണ് കർണാടക. കർണാടകയിൽ ഭരിക്കുന്ന കോൺഗ്രസ് ആണ്, പക്ഷേ ലോക്സഭയിൽ സീറ്റുകൾ കൊണ്ടുപോകാൻ പോകുന്ന BJP ആണ്. അത് പക്ഷേ തെലുങ്കാനയിലും ആന്ധ്രയിലും തമിഴ്നാടിലും കേരളത്തിലും കിട്ടില്ല. എന്നിരിക്കൽ പോലും TDP ആയിട്ട് അലയൻസ് ഉണ്ട്, അവിടെ ശക്തമായിട്ടൊരു അലയൻസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തെലുങ്കാനയിലും ഉണ്ട്. അവിടെയൊക്കെ 2-3 സീറ്റുകൾ വീതം കിട്ടിയാൽ പോലും ഈ അലയൻസ് കർണാടകയിൽ കിട്ടുന്ന കുറഞ്ഞ പക്ഷം NDAക്ക് ഒരു 25 സീറ്റുകൾ കിട്ടുകയും ചെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ 2-3 സീറ്റുകൾക്കും സാധ്യതയുണ്ട്. കാരണം PMK ആയിട്ട് അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പട്ടാളി മക്കൾ കക്ഷിയുടെ ആ ഒരു സഖ്യം വാണിയാർ സമുദായത്തിൻ്റെ പിന്തുണ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ ഉത്തരേന്ത്യൻ മേഖലയും ഉത്തര മേഖലയിലും പശ്ചിമ മേഖലയിലും ശക്തമായ സ്വാധീനമുള്ള വാണിയാർ സമുദായത്തിൻ്റെ പിന്തുണ BJPക്ക് കിട്ടുന്നുണ്ട്. തമിഴ്നാട്ടിൽ മുമ്പും അവർ ജയിച്ചിട്ടുണ്ട്. ബ്രാഹ്മണ വിരോധമുള്ള സംസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും നീലഗിരിയും നാഗർകോവിലും കോയമ്പത്തൂരിലും BJP ജയിച്ചിട്ടുണ്ട് മുമ്പ്. അപ്പം അതുകൊണ്ട് ഇനിയും 3-4 സീറ്റ് അവിടെ കിട്ടും. അപ്പം അതുകൊണ്ട് ഒരുപക്ഷെ BJPക്ക് സൗത്ത് ഇന്ത്യയാണ് മോശമെങ്കിൽ പോലും സൗത്ത് ഇന്ത്യയിൽ കർണാടകയിൽ നല്ല ബേസും ബാക്കിയുള്ളിടത്ത് വളരെ നാമമാത്രമായ പിന്തുണയും കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടിയാലും അതൊരു 325-അപ്പുറം ഞാൻ കാണുന്നില്ല. അത് അവിടെ കൊണ്ടൊക്കെ നിൽക്കും. കാരണം NDAക്കും കുറേ ഇന്ത്യ സഖ്യത്തിനും കുറച്ച് സീറ്റുകൾ ഉത്തരേന്ത്യയിലും കിട്ടുമല്ലോ. അതിൽ പ്രത്യേകിച്ച് പഞ്ചാബ് കിട്ടും. പിന്നെ എല്ലാ സ്റ്റേറ്റുകളിലും കുറേശ്ശെ ഉത്തർപ്രദേശ് ഒഴികെ രാജസ്ഥാനിൽ കുറച്ച് സീറ്റ് ഇന്ത്യ സഖ്യത്തിന് കിട്ടും. അപ്പം അങ്ങനെയൊക്കെ കൂട്ടി വരുമ്പോൾ NDAക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നല്ല സംഖ്യ 330 ഈ 330 5 അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ആ 325 330 ഈ നിലയ്ക്ക് നിൽക്കും. 370-400 ഹൈ എസ്റ്റിമേറ്റ് ആണ്. പക്ഷെ എന്തുകൊണ്ട് പറയുന്നു എന്ന് പറയാൻ കാരണം അങ്ങനെ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുത്താൽ അത് കൊണ്ടുവരുന്ന ഒരു ബാൻഡ് വാഗൺ എഫക്റ്റ് ഉണ്ട്. ആ ബാൻഡ് വാഗൺ എഫക്റ്റ് രാജ്യം ഒട്ടുക്ക് ഉണ്ടാകണമെന്നുള്ള ആകർഷണമാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റിലും BJPക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ വരരുത് എന്നുള്ള ആഗ്രഹവും അങ്ങനെ ഞാൻ പറഞ്ഞ തെരഞ്ഞെടുപ്പ് യന്ത്രം എത്ര എഫക്റ്റീവാണെന്ന്. അങ്ങനെ നോക്കുമ്പോൾ മറുവശത്ത് നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിന് ആത്മവിശ്വാസമേ ഇല്ല. അതിലെ പ്രധാനമായിരുന്ന സഖ്യമായിരുന്ന ജനതാദൾ യു പുറത്തുപോയി. അപ്പോൾ ആ മാറ്റങ്ങൾ ബീഹാറിൽ തന്നെ തിരിച്ചടി ഉണ്ടാക്കി. നമ്മൾ ബീഹാർ പറഞ്ഞുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം നോക്കുമ്പോൾ ശക്തമായിട്ട് ഇന്ത്യ സഖ്യത്തിനോട് നിൽക്കുന്നത് തെലുങ്കാന നമുക്ക് പറയാം, പഞ്ചാബ് പറയാം, പിന്നെ ആന്ധ്രയ്ക്ക് വേണമെങ്കിലും പറയാം, പിന്നെ കേരളത്തിനകത്തുള്ള ഈ അടിത്തറ. ഇതല്ലാതെ ബാക്കി മേഖലകളിലില്ല. അപ്പൊ അതുകൊണ്ട് ഈ 400 എന്നൊക്കെ പറഞ്ഞാലേ ഈ അടിത്തറയ്ക്ക് NDA സഖ്യത്തിന് ഇത്രയും പോരും. അപ്പൊ NDAയുടെ വിജയം ഏതാണ്ട് ഉറപ്പിക്കുമ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് എടുക്കുന്നത് 325 ആണ്. അത് തന്നെ അതിന് പുറമെ എന്തായാലും അലയൻസിന് ഒരു 10-15 സീറ്റ് കിട്ടുമല്ലോ. അതുൾപ്പെടെ ഒരു 340 സീറ്റിനടുത്ത് വരും എന്നാണ്. 325 + 15 അങ്ങനെ 340 ആണ്. ഇതോടൊപ്പം നമ്മളൊന്ന് വായിക്കേണ്ടത് ഒറീസയിൽ പോലും ബിജു ജനതാദളുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ട് അപ്പോൾ എല്ലാ സ്റ്റേറ്റുകളും വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്.
ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJP എല്ലാ സ്റ്റേറ്റും അവരുടെ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും നല്ല ഹോംവർക്ക് ചെയ്തു. അതാണ് പറഞ്ഞത്, പ്രമോദ് മഹാജന്റെ പഴയ BJP അല്ല, അന്നത്തെ വാജ്പേയിയുടെ BJP അല്ല, കുറച്ചുകൂടി ആക്റ്റീവായ ഒരു മിലിറ്റൻ്റായ വളരെ സ്മാർട്ടായ ഒരു മെഷീനറി അവരുടെ കൂടെ ഉണ്ട്. ആ മെഷീനറിയുടെ പ്രവർത്തനമാണ് NDAയുടെ മൂന്നാം വിജയത്തിന് കാരണമാക്കുന്നത്. വളരെയധികം നന്ദി.